16-ാം നിയമസഭയിലേക്കുള്ള 140 പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ കേരളം എന്ന പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. 2,71,00,000-ലേറെ വോട്ടേഴ്സാണ് വിധിയെഴുതുക. 883 സ്ഥാനാർത്ഥികളാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ്. 1.46 ലക്ഷം ഉദ്യോഗസ്ഥരെയാണ് തെരഞ്ഞെടുപ്പിനായി നിയോഗിച്ചിട്ടുള്ളത്. വിവിധ പ്രദേശങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. ആർ ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്ന്, ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന്, വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്ന്, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനും പ്രേക്ഷകർക്കൊപ്പം ചേരും. ആദ്യം നമ്മൾ പോകുന്നത് ആർ ശ്രീജിത്തിലേക്കാണ്. ശ്രീജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഓരോ മണ്ഡലത്തിലും ഓരോ വോട്ടറുടെയും ശബ്ദമായി നിയമസഭയിൽ ആര് എത്തും എന്ന് തീരുമാനിക്കപ്പെടുന്ന ദിവസമാണ്. ശ്രീജിത്ത് ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഒരു മോക്ക് പോളിംഗ് ഉണ്ട്. തെരഞ്ഞെടുപ്പിനുള്ള ആ ഒരു ഒരുക്കങ്ങളൊക്കെ എത്രത്തോളമായിട്ടുണ്ട്? ക്രിസ്റ്റീന, പ്രവിത, ഗുഡ് മോർണിംഗ്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ഒരു VIP പോളിംഗ് ബൂത്തായ ജവഹർ UP സ്കൂളിലാണ്. ഇവിടെയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അടക്കമുള്ള പ്രധാന വ്യക്തികൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഇപ്പോൾ വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പോളിംഗ് ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട്. 6 മണിക്കാണ് മോക്ക് പോളിംഗ് നടക്കുന്നത്. അതോടുകൂടി ഈ വോട്ടിംഗ് യന്ത്രങ്ങളുടെ പ്രവർത്തനക്ഷമത വിലയിരുത്തപ്പെടും. പിന്നീട് 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് സമയമായി ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 3,173 ബൂത്തുകളാണുള്ളത്. സംസ്ഥാനത്താകെ 30,000-ൽ പരം പോളിംഗ് ബൂത്തുകളുണ്ട്. 140 മണ്ഡലങ്ങളായി 883 സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഈ പോളിംഗ് ജോലികളുടെ സുഗമമായ നടത്തിപ്പിനായി 1,46,000 ഉദ്യോഗസ്ഥരെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളായി വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 76,000 പോലീസ് ഉദ്യോഗസ്ഥരെയും നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ പോളിംഗിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ജവഹർ നഗർ ഈ സ്കൂളിലാണ്. നമുക്കിവിടെ പോളിംഗിന്റെ ക്രമീകരണങ്ങൾ നടക്കുന്നതായി നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇവിടെ പോളിംഗ് ഉദ്യോഗസ്ഥരൊക്കെ രാവിലെ തന്നെ വന്നു. ഇവിടെ എല്ലാ വെബ്കാസ്റ്റിംഗിനടക്കമുള്ള എല്ലാ ക്രമീകരണങ്ങളുമുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട പോളിംഗ് നടക്കുന്ന സ്ഥലമെന്ന നിലയിൽ, അതായത് VIP ബൂത്ത് എന്ന നിലയിൽ വലിയ തോതിലുള്ള മാധ്യമ ശ്രദ്ധ കിട്ടുന്ന സ്ഥലം കൂടിയാണ്. ഇപ്പോൾ പോളിംഗ് ഉദ്യോഗസ്ഥർ, നമുക്കറിയാം, ഉദ്യോഗസ്ഥർ അവിടെ ഈ പോളിംഗ് ജോലികൾ എല്ലാം അതിനുള്ള ക്രമീകരണങ്ങൾ നടത്തുന്നറിയാം. ഈ വരുന്ന വോട്ടർ പട്ടിക പരിശോധിച്ച് വോട്ട് രേഖപ്പെടുത്താനുള്ള മറ്റ് ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുകയാണ്. എന്തായാലും ജീവനക്കാരും പോളിംഗ് ബൂത്തും എല്ലാം സജ്ജമായിക്കൊണ്ടിരിക്കുന്നു. ഇതോടൊപ്പം മറ്റെല്ലാ ബൂത്തുകളിലും ക്രമീകരണങ്ങൾ ഇതേ സമയം തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഏതാണ്ട് 5 മണിയോടെ ഈ പോളിംഗ് ഉദ്യോഗസ്ഥർ, റിട്ടേണിംഗ് ഓഫീസറും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരും എല്ലാം തയ്യാറായി കഴിഞ്ഞു. അങ്ങനെ പോളിംഗിനുള്ള ക്രമീകരണങ്ങൾ നടക്കുകയാണ്. 6 മണിക്കാണ് മോക്ക് പോളിംഗ്. ഈ മോക്ക് പോളിംഗിൽ സമയത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, അതായത് ബൂത്ത് ഏജന്റായി വരുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ മോക്ക് പോളിംഗ് നടക്കുക. മോക്ക് പോളിംഗിന് ശേഷം ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ പ്രവർത്തനക്ഷമത വിലയിരുത്തിയ ശേഷം പിന്നീട് 7 മണിക്ക് മുതലാണ് വോട്ടിംഗ് ആരംഭിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്ത് ഏറ്റവും നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. 16-ാം കേരള നിയമസഭയിലേക്ക് ഉള്ള ജനപ്രതിനിധികളെ തീരുമാനിക്കുന്നു. അവർ ചേർന്ന് പുതിയ സർക്കാർ ഉണ്ടാക്കണം. അപ്പോൾ ആർക്കാണ് കേരളത്തിൽ വീണ്ടും അധികാരം ലഭിക്കുക? LDFന്റെ ഭരണ തുടർച്ചയാണോ, അതോ UDF 10 കൊല്ലത്തെ അധികാര നഷ്ടം നികത്തി കേരളത്തിന്റെ ഭരണം പിടിച്ചെടുക്കുമോ? BJP എത്രമാത്രം തങ്ങളുടെ സ്വാധീനം, BJP മുന്നണി, NDA മുന്നണി എത്രമാത്രം തങ്ങളുടെ സ്വാധീനം കേരളത്തിൽ ഉറപ്പിക്കുമെന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പോകുന്ന നിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. ശരിയാണ്, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇനി വിപിൻ സി വിജയനിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്നാണ് വിപിൻ സി വിജയൻ ചേരുന്നത്. വിപിൻ, ഗുഡ് മോർണിംഗ്. വിപിൻ, ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വോട്ടേഴ്സിനെ ആകർഷിക്കാനായി പലതരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഈ കന്നി വോട്ടർമാരെ ആകർഷിക്കാനുള്ള കാര്യങ്ങളാണ്. അവർക്കായി പ്രത്യേകം തയ്യാറാക്കിയ മധുര വിതരണമൊക്കെ ഉണ്ടാകും. തിരഞ്ഞെടുത്ത ബൂത്തുകളിൽ നിന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ വിപിൻ നിൽക്കുന്ന ബൂത്തിലെ ക്രമീകരണം? ഒപ്പം ഇത് ഏത് ബൂത്താണ്? ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി പറയും. ഗുഡ് മോർണിംഗ് പ്രവിത, ക്രിസ്റ്റീന. ഞാൻ നിൽക്കുന്നത് തൃക്കാക്കര മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള പൊന്നൂരിനി സ്കൂളിലാണ്. ഇവിടെയും തിരുവനന്തപുരത്തിന് സമാനമായി തന്നെ പോളിംഗ് സാമഗ്രികളൊക്കെ പരിശോധിക്കുന്നതിന്റെ ആദ്യഘട്ട പ്രാരംഭ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ കടന്നിരിക്കുന്നു. അതെല്ലാം തന്നെ പരിശോധിക്കുന്നു. ഏകദേശം പുലർച്ചെ തന്നെ ഇവരെല്ലാം തന്നെ എത്തി അതിന്റെ കാര്യക്ഷമത പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. 2 ബൂത്തുകളാണ് ഇവിടെ ഉള്ളത്. പറഞ്ഞതുപോലെ തന്നെ ഇതും ഒരു VIP ബൂത്താണ്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി വോട്ട് ചെയ്യുന്ന ഒരു ബൂത്താണ് ഇത്. അദ്ദേഹം ഇന്ന് ഏകദേശം ഒരു 10 മണിയോട് കൂടിയൊക്കെ വോട്ട് ചെയ്യാനെത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഈ പറഞ്ഞതുപോലെ ഈ ജൻസി വോട്ടുകളെ പരമാവധി ആകർഷിക്കുക എന്നുള്ളതിന് എറണാകുളം ജില്ലയിലെ ജില്ലാ ഭരണകൂടവും ഒരു പ്രത്യേകമായി തന്നെ താല്പര്യം എടുത്തിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ജൻസി പാട്ടുകൾ ഉൾപ്പെടെയുള്ളവ ഇറക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ പരമാവധി ആളുകളെ ആകർഷിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. 25,03,149
ആളുകളാണ്, വോട്ടർമാരാണ് എറണാകുളം ജില്ലയിലുള്ളത്. 3148 ഉദ്യോഗസ്ഥർ ഇപ്പോൾ ജോലിക്കായി ഏകദേശം എത്തിയിട്ടുണ്ട്. അത്രയും പോളിംഗ് ബൂത്തുകളാണുള്ളത്. 15,000-ഓളം ഉദ്യോഗസ്ഥരുമുണ്ട്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഇതിൻ്റെ സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഉദ്യോഗസ്ഥർ നടത്തുകയാണ്. 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിക്കും. അതോടൊപ്പം പിന്നീട് ഇപ്പോൾ ബൂത്ത് ഏജന്റുമാരൊക്കെ അല്പസമയത്തിനകം തന്നെ എത്തിത്തുടങ്ങുകയും ചെയ്യും. അങ്ങനെ സജീവമായിരിക്കുന്നു എറണാകുളം ജില്ലയിലെ ഒരു പോളിംഗ് സ്റ്റേഷനുകളെല്ലാം തന്നെ. ഇവിടെ 2 ബൂത്തുകളാണ് ഈ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ ഭാഗമായി ഇവിടെ 2 ബൂത്തുകളാണ് ഉള്ളത്. നമുക്ക് ഈ തെക്കൻ കേരളത്തിൻ്റെ ഒരു പൊതുചിത്രം എടുക്കുകയാണെങ്കിൽ പ്രവിത ക്രിസ്റ്റീന, 49 സീറ്റുകൾ നമുക്ക് ഒരു തൃശ്ശൂർ മുതൽ എറണാകുളം, ഒപ്പം തന്നെ കോട്ടയം, ഇടുക്കി, ആലപ്പുഴ വെച്ച് നോക്കുകയാണെങ്കിൽ 49 സീറ്റുകൾ. ഈ 49 സീറ്റുകൾ ആർക്കൊപ്പം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചോദ്യം. അത് കഴിഞ്ഞ തവണ 2029 ഏകദേശം ഈ 49-ൽ 35 സീറ്റുകളും LDF നേടാൻ സാധിച്ചു എന്നുള്ളതാണ്. പക്ഷേ അന്നും എറണാകുളം UDF ഒപ്പം നിന്ന ഒരു മണ്ഡലമാണ്. അന്ന് 9 സീറ്റുകൾ, അതായത് 14-ൽ 9 സീറ്റുകൾ UDF നേടാൻ കഴിഞ്ഞു. ഇപ്രാവശ്യം ഈ ജില്ലകളിലൊക്കെ തന്നെ കാര്യമായ ഒരു പുരോഗതി ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ളതാണ് UDF പ്രതീക്ഷ. അങ്ങനെ ഉണ്ടായാൽ മാത്രമായിരിക്കും, അതായത് മെയ് 4-ന് എണ്ണി തുടങ്ങുമ്പോൾ തന്നെ എറണാകുളവും തൃശ്ശൂരും ഒക്കെ ഒപ്പം നിന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ ഒരു ചിത്രം നമുക്ക് തെളിയുമെന്നുള്ളത് നിസ്സംശയം പറയാം. അങ്ങനെ മധ്യ കേരളം UDF-നൊപ്പം നിൽക്കുമോ അതോ LDF ആ കോട്ട കാക്കുമോ എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാന ചോദ്യമായി ഉയരുന്നത്. തൃശ്ശൂരിലാണെങ്കിൽ ഒരൊറ്റ സീറ്റ് മാത്രമാണ് ഇപ്പോൾ UDF-ന്റെ കയ്യിലുള്ളത്. ഇപ്പോൾ ഇവരെല്ലാം തന്നെ ഒരു 5 സീറ്റുകളെങ്കിലും തൃശ്ശൂരിൽ പ്രതീക്ഷിക്കുന്നു. അത് എറണാകുളത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ ബൂം ഉണ്ടാവുകയാണെങ്കിൽ 14 സീറ്റ് അല്ലെങ്കിൽ ഒരു 12 സീറ്റെങ്കിലും UDF നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു വയ്ക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം കൂടി ഉൾപ്പെടുന്നതാണ് എറണാകുളം ജില്ല. അപ്പോൾ പറവൂരിലും കാര്യമായിട്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രചാരണമൊക്കെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെയൊക്കെ ഒരു അലയൊലി, അതിൻ്റെ ഒരു വലിയ ഉത്സവത്തിൻ്റെ ഏറ്റവും അവസാനത്തിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇന്ന് രാവിലെയുള്ള കാഴ്ച. അപ്പോൾ പരമാവധി വോട്ടർമാർ വരും എന്നുള്ളത് തന്നെ പ്രതീക്ഷിക്കുന്നു. ഒരു 75% മുകളിലേക്ക് വോട്ടിംഗ് ശതമാനം ഉയരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകളെല്ലാം തന്നെ ഒരുങ്ങിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇവിടുത്തെ ഒരു പൊതുവായിട്ട് പറയുകയാണെങ്കിൽ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ നിൽക്കുന്നു. 2020 NDAയുടെ ഒരു മുന്നേറ്റത്തിന് വേണ്ടി തന്നെ 2020യെ ഒപ്പം നിർത്താൻ സാധിച്ചു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അതിന് എത്രത്തോളം ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം എറണാകുളം ജില്ലയിൽ NDAയെ സംബന്ധിച്ച് 9 സീറ്റുകളും 2020 മത്സരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം കുന്നത്തുനാടിൽ ഒരു വലിയ ചേഞ്ച് ഉണ്ടാക്കാൻ 2020ക്ക് സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അത് ഉണ്ടായില്ല. അപ്പോൾ ഇപ്രാവശ്യം NDAയ്ക്കൊപ്പം ചേരുമ്പോൾ എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം നിൽക്കുന്നു. തൃപ്പൂണിത്തറ A ക്ലാസ് മണ്ഡലമായി BJP കരുതുന്ന മണ്ഡലം ഇപ്പോൾ 2020യുടെ കയ്യിലാണ്. അപ്പോൾ എത്ര ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് NDAയെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ആകാംക്ഷയും ചോദ്യവുമായി നിൽക്കുന്നത്. LDF വലിയ രീതിയിലുള്ള ഒരു ഭരണവിരുദ്ധ തരംഗമില്ല, അതുകൊണ്ട് തന്നെ സീറ്റുകളിൽ വലിയ കുറവുണ്ടാകില്ല എന്നുള്ളതാണ് മധ്യ കേരളത്തിൽ പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഭരണവിരുദ്ധ തരംഗമുണ്ട്, അത് UDF-ന് വലിയ രീതിയിലുള്ളൊരു തരംഗമുണ്ടാകും എന്നുള്ള ഉത്തമ ആത്മവിശ്വാസം UDF-ഉം വെച്ച് പുലർത്തുന്നു. ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ കൊണ്ടും കൊടുത്തും നമ്മൾ കഴിഞ്ഞൊരു 23 ദിവസം പ്രചാരണം കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ വീറും വാശിയും വോട്ടർമാർ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നതിലും ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഓരോ മുന്നണികളും വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ രാവിലെ തന്നെ വോട്ട് ചെയ്യിക്കാൻ എത്തിക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തും. കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ വലിയ വെയിൽ ഉള്ളൊരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിരാവിലെ തന്നെ വോട്ടർമാരെ പരമാവധി എത്തിക്കാനുള്ള ശ്രമം എല്ലാ മുന്നണികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നുള്ളതും നിസ്സംശയം പറയാം. അപ്പോൾ ആദ്യ പ്രാരംഭ നടപടികളിലേക്ക് ഉദ്യോഗസ്ഥർ ഇതാ ഓരോ പോളിംഗ് സ്റ്റേഷനിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളതാണ് മധ്യ കേരളത്തിലെ എറണാകുളത്തിലെ ഒരു പൊതുചിത്രം. ക്രിസ്റ്റീന, പ്രവിത. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ക്രിസ്റ്റീന അങ്ങനെ വിപിൻ സൂചിപ്പിച്ച് ഞാൻ വിപിനോട് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ചോദിച്ചിരുന്നു. വോട്ടേഴ്സിന് മധുരം വിതരണം ചെയ്യുന്ന കാര്യമാണ്. അത് വോട്ടേഴ്സിനെ, അതായത് കന്നി വോട്ടർമാർക്കാണ് ഇത്തരത്തിൽ ഫുൽവ വിതരണം ചെയ്യുന്നത്. 200 പേർക്കാണ് ഒരു ബൂത്തിൽ, അതായത് തെരഞ്ഞെടുക്കപ്പെട്ട ബൂത്തുകളിലാണ് ഇത്തരത്തിലുള്ള മധുര വിതരണം. അതായത് ഇതിനായി പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ഒരു സജ്ജീകരണം, വോട്ട് സ്വീറ്റൻഡ് കേരള എന്നാണ് ഇതിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇപ്പോൾ ഈ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്ന കന്നി വോട്ടർമാർക്ക് ചിലപ്പോൾ നിങ്ങൾ എത്തുന്ന ബൂത്തിൽ ഇത്തരത്തിൽ ഫുൽവ സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കും. അതുപോലെ തന്നെ ജെൻസി വോട്ടേഴ്സിനെ കൂടുതൽ ബൂത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി നമ്മുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ളൊരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിൽ ഡാൻസ് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടപ്പോൾ ജെൻസി കുട്ടികൾക്ക് വേണ്ടി അവരെങ്ങനെയാണോ ഇഷ്ടപ്പെടുന്ന ആ മട്ടിലേക്ക് പഴയ തലമുറ മാറുകയും അവരെ ഈ രാഷ്ട്രീയ പ്രബുദ്ധതയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി. നമുക്ക് കോഴിക്കോടേക്ക് പോകാം അല്ലേ? അവിടെ അജി കുഞ്ഞുമോനാണ് തയ്യാറായിരിക്കുന്നത്. അജി, ഗുഡ് മോർണിംഗ്.
അജി, എന്താണ് ഇപ്പോൾ അജി നിൽക്കുന്ന ബൂത്തിലെ സാഹചര്യം? അവിടേക്ക് ഏതൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്? എങ്ങനെയാണ്, പറയൂ. ഇപ്പൊ ഒരു ചോദ്യം കൂടി, അജിയുടെ വോട്ട് എവിടെയാണ്? ഗുഡ് മോർണിംഗ് പ്രവിത ക്രിസ്റ്റീന. പ്രവിത, എൻ്റെ വോട്ട് എനിക്ക് തവണ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ വോട്ട് പത്തനംതിട്ട ജില്ലയിലെ അടൂർ നിയോജക മണ്ഡലത്തിലാണ്. അപ്പോൾ എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാനിങ്ങനെ കോഴിക്കോടാണ്. അപ്പോൾ ഞാൻ നിൽക്കുന്നത് കാരപ്പറമ്പ് ഗവൺമെൻറ് HSലാണ് നിൽക്കുന്നത്. ഈ ബൂത്തിൻ്റെ ഒരു പ്രത്യേകത, ഭിന്നശേഷി സൗഹൃദ പോളിംഗ് ബൂത്ത് കൂടിയാണ്. ഇവിടെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൻ്റെ ബൂത്താണ്. ഇവിടെ ഈ ബൂത്തിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഒരുക്കങ്ങളെല്ലാം തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പൂർത്തീകരണം കഴിഞ്ഞിട്ടുണ്ട്. 13 നിയോജക മണ്ഡലങ്ങളിലെ 2837 പോളിംഗ് സ്റ്റേഷനിലാണ് കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ വോട്ടെടുപ്പ് നടക്കുന്നത്. എല്ലാവിധ ഒരുക്കങ്ങളും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. മാതൃകാ പോളിംഗ് സ്റ്റേഷനുകൾക്ക് പുറമെ പോളിംഗ് ഉദ്യോഗസ്ഥരുമായി വനിതകൾ നിയന്ത്രിക്കുന്ന പോളിംഗ് സ്റ്റേഷനുകൾ, അത് 67 പിങ്ക് പോളിംഗ് സ്റ്റേഷനുകൾ കോഴിക്കോട് ജില്ലയിലുണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും എടുത്തു പറയേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിലെ കാരപ്പറമ്പ് ഹൈസ്കൂളിലെ 48 നമ്പർ ബൂത്തിലെ ഭിന്നശേഷിക്കാർ നിയന്ത്രിക്കുന്ന ഏക പോളിംഗ് സ്റ്റേഷൻ, അത് ഈ പോളിംഗ് സ്റ്റേഷനിലാണ്. എനിക്ക് പിന്നിൽ കാണുന്ന ഈ സ്ഥലത്താണ് ആ പോളിംഗ് സ്റ്റേഷനുള്ളത്. അത് ഈ കോഴിക്കോട് ജില്ലയിലെ ഏക ഭിന്നശേഷി സൗഹൃദ പോളിംഗ് സ്റ്റേഷൻ, അതായത് ഭിന്നശേഷി ഉദ്യോഗസ്ഥരടക്കം നിയന്ത്രിക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഈ പോളിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ കോഴിക്കോട് ജില്ലയുടെ വിവിധ മേഖലകളിലൊക്കെ തന്നെ വലിയ തലത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ തന്നെയും പൂർത്തിയായിട്ടുണ്ട്. വലിയ വിവാദങ്ങളൊക്കെ ഉള്ള തെരഞ്ഞെടുപ്പായിരുന്നു. പ്രത്യേകിച്ച് മലബാറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള വിഷയങ്ങൾ ചർച്ചയായ തെരഞ്ഞെടുപ്പ് കണ്ണൂരിൽ പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഏത് തലത്തിലാണ് പ്രചരണ വിഷയങ്ങൾ ഒക്കെ ഉള്ളത് എന്ന് നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരുക്കങ്ങളെല്ലാം തന്നെയും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. പ്രവീണ ക്രിസ്റ്റീന. ശരി, കോഴിക്കോട് നിന്ന് അജി കുഞ്ഞുമോനാണ് കോഴിക്കോട്ടെ വിശേഷങ്ങളുമായി ചേർന്നത്. ഭിന്നശേഷി സൗഹൃദ ബൂത്ത്, അവിടെ എത്തുന്നവർക്ക് കിട്ടുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെയാണ് അജി കുഞ്ഞുമോൻ കോഴിക്കോട് നിന്ന് വിശദീകരിച്ചത്. ഇനി കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തേക്ക് നമ്മൾ ഒന്നുകൂടെ പോവുകയാണ്. അവിടെ ഷഫീദ് റാവുത്തറുണ്ട്. ഷഫീദ് നിൽക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് LPS മുടവൻ മുകളിലാണ്. ഷഫീദ്, വെരി ഗുഡ് മോർണിംഗ്. ഈ സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നവർക്ക് ഏറ്റവും അധികം സൗകര്യം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇത്തവണ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 5000 ബൂത്തുകൾ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഓരോ ബൂത്തിലും 1200 പേരായി പരിമിതപ്പെടുത്തുക, ഈ ചൂടിൽ നീണ്ട ക്യൂ ഒക്കെ ഒഴിവാക്കുക എന്ന ലക്ഷ്യമൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊക്കെ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് അറിയുന്നു. ഷഫീദ് നിൽക്കുന്ന ഈ LPS മുടവൻ മുകൾ എന്താണ് പ്രത്യേകത? A ക്ലാസ് മണ്ഡലമായ നേമത്തെ ഒരു ബൂത്താണല്ലോ അത്. ഉറപ്പായിട്ടും, കാരണം നിയമം നമുക്കറിയാം, ഈ രാഷ്ട്രീയ പ്രചരണ വേളകളിൽ അത്രയും നിയമം വലിയ തരത്തിൽ ഇടം പിടിച്ചതാണ്. ഒരു പക്ഷേ പോളിംഗ് സമയത്തും ഏറ്റവും കൂടുതൽ VIP അടക്കം എത്തുന്ന ഒരു ബൂത്തായി ഒരു മണ്ഡലമായി നിയമം മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മാത്രവുമല്ല, വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ക്രിസ്ത്യൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വിപുലമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ വനിതാ സൗഹൃദ ബൂത്ത്, ഭിന്നശേഷി സൗഹൃദ ബൂത്ത് അടക്കമുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രവുമല്ല, ഈ കൂടുതൽ വോട്ടർമാരെ ആ ബൂത്തുകളിലേക്ക് ആകർഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക പദ്ധതികൾ, ചില ഓഫറുകളൊക്കെ നമ്മൾ കണ്ടതാണ്. ഊബർ ടാക്സി ഫ്രീ, അതേപോലെ തന്നെ ഈ കഫേ കോഫി ഡേയിൽ ഇതുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 15 പേർക്ക്, അതല്ലെങ്കിൽ ആദ്യം വോട്ട് ചെയ്തൊരു മണ്ഡലത്തിലെത്തുന്ന 15 പേർക്ക് അവർക്ക് സൗജന്യമായി കോഫി എന്നൊക്കെയുള്ള പലതരത്തിലുള്ള ഓഫറുകൾ നമ്മൾ കണ്ടതാണ്. അങ്ങനെ പരമാവധി ഈ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ പരമാവധി ആളുകളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിലും നമുക്ക് ആ രീതിയിൽ ചില പ്രത്യേകതകൾ കാണാൻ സാധിക്കും. 2,71,96,936 പേരാണ് ഇത്തവണ ബൂത്തിലേക്ക് എത്തുന്നത്. അതിൽ 18-നും 19-നും ഇടയിൽ പ്രായമുള്ള 4,66,408 കന്നി വോട്ടർമാർ ഇത്തവണ ഉണ്ട് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇവർക്ക് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കന്നി വോട്ടർമാർക്ക് ഹൽവ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇനി ഞാനിപ്പോൾ നിൽക്കുന്ന നേമത്തേക്ക് വന്നാൽ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം മുടവൻമുകൾ സ്കൂളാണ്. ഇവിടെ നമുക്ക് ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ മോഹൻലാൽ അടക്കം, മലയാളത്തിന്റെ പ്രിയതാരം മോഹൻലാൽ അടക്കം വോട്ട് ചെയ്യാനെത്തുന്ന ഈ മുടവൻമുകൾ LPS സ്കൂളിലാണ്. മാത്രമല്ല, നേമമണ്ഡലം നേരത്തെ വലിയ തരത്തിൽ ശ്രദ്ധയാകർഷിച്ച മണ്ഡലമാണ്. ഈ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ ത്രികോണപ്പോര് നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി BJPക്ക് നേരത്തെ ഒരു തവണ നിയമസഭയിലേക്ക് ടിക്കറ്റ് കൊടുത്ത മണ്ഡലത്തിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത ഉണ്ട്. ആ സാഹചര്യത്തിൽ അവിടെ എങ്ങനെയാണ് ആ പോര്, ജനങ്ങൾ എങ്ങനെ മഷി എഴുതുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഏതായാലും 6 മണി മുതൽ മോക്ക് പോളിംഗ് തുടങ്ങും. അതിനുശേഷം 7 മണിക്ക് മുതലായിരിക്കും പോളിംഗ് ആരംഭിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ബൂത്തിൽ പല VIP-കളും ഉണ്ട്. അതായത് മോഹൻലാൽ അടക്കമുള്ള പല VIP-കളും ഉണ്ട്. ഈ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിട്ടുള്ള V ശിവൻകുട്ടി അടക്കം വോട്ട് ചെയ്യുന്നത് ഈഞ്ചക്കൽ സ്കൂളിലാണ്, ഈഞ്ചക്കൽ UPS സ്കൂളിലാണ്. അങ്ങനെ വലിയ പ്രത്യേകതകളുണ്ട്. എല്ലാ ഒരുക്കങ്ങളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ക്രിസ്റ്റീന.
ഷഫീദ്, അതോടൊപ്പം തന്നെ ഈ ബൂത്തുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വിന്യാസം അതെങ്ങനെയാണ്, എന്താണ് ഇത് സംബന്ധിച്ച് ഈ മണ്ഡലത്തിൽ നിന്ന് പറയാൻ സാധിക്കുന്നത്? പ്രവൃത്തി ഇതിനോടകം തന്നെ പ്രശ്നബാധിത ബൂത്തുകളുടെ അടക്കം വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സംസ്ഥാനത്താകെ 2040 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. അതിൽ ഈ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ 1.46 ലക്ഷം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഇതിനോടകം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഈ നടത്തിപ്പുമായി ബന്ധപ്പെട്ട പങ്കാളികളാകുന്നുണ്ട്. അതിൽ തന്നെ ഏറിയ പങ്കും സുരക്ഷാ ഉദ്യോഗസ്ഥരാണ്. ഈ പ്രശ്നബാധിത ബൂത്തുകളിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ക്യാമറ സംവിധാനം എന്നതിനപ്പുറത്തേക്ക് ഇത്തവണ കൂടുതൽ CRPF ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചുകൊണ്ടുള്ള സുരക്ഷ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമീകരിച്ചിട്ടുണ്ട്. നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അക്കാര്യത്തിൽ പോലീസുമായിട്ടുള്ള യോഗത്തിൽ കൃത്യമായി തന്നെ പറഞ്ഞതാണ്. അതായത് ബൂത്തുകളുടെ പരിധിയിൽ എല്ലാ നിയമക്രമങ്ങളും പാലിക്കണം. പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗം, അതേപോലെ തന്നെ അവിടെയുള്ള ഈ വോട്ട് ക്യാൻവാസിംഗ് അടക്കമുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതാണ്. അതടക്കമുള്ള കാര്യങ്ങളായിരിക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്രമീകരിക്കുക. ഏതെങ്കിലും സ്ഥലത്ത് പ്രശ്നമുണ്ടാകുന്നു, അതല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലോ സംഘർഷം ഉണ്ടാകുമ്പോൾ തന്നെ കേന്ദ്രസേനയുടെ ഇടപെടൽ ഉറപ്പാക്കാൻ, അത് പ്രശ്നബാധിത ബൂത്തുകളുടെ സമീപമാണ്, കേന്ദ്രസേനയുടെ ഇടപെടൽ ഉറപ്പാക്കാൻ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇത്തവണ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രശ്നബാധിത ബൂത്തുകൾ നേരത്തെ തന്നെ നിരീക്ഷണ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ ഒരുക്കിയിരുന്നു. അതും ഈ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പല മണ്ഡലങ്ങളിലും, അതായത് NDA ഇത്തവണ സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഒരു പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. ആ സാഹചര്യത്തിൽ ഈ ശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ ചില വോട്ടുകളുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ തർക്കങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സ്ഥലങ്ങളിലെല്ലാം ആയിരിക്കും കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുള്ളത്. ആ സ്ഥലങ്ങളിലാണ് കൂടുതൽ സേനാവിന്യാസം നടത്തിയിട്ടുള്ളത്. മുൻ നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അതല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലെയോ അല്ല. ഇത്തവണ പോളിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വർദ്ധിക്കും. അതേപോലെ തന്നെ വൈകുന്നേരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ ശ്രദ്ധ അത് സുരക്ഷയ്ക്ക് നൽകണമെന്നൊക്കെയുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. പ്രവിധ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് LPS മുടവൻമുകൾ, അതായത് നേമം മണ്ഡലത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷഫീദ് നൽകിയത്. ഷഫീദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഓരോ വോട്ടിനും വലിയ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിലൂടെ ഉള്ള വിവരങ്ങളാണ് ഷഫീദ് നൽകിയത്. അവിടെയുള്ള സ്ഥാനാർത്ഥികൾ വലിയ ആത്മവിശ്വാസത്തിലാണ്. 3 പേരും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ നിന്നുള്ളൊരു ബൂത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. അപ്പോൾ സംസ്ഥാനത്തുടനീളം നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്റ്റീന, നമ്മളൊരു പര്യടനം നടത്തിയായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ തന്നെ നമ്മൾ പര്യടനം നടത്തുമ്പോൾ സംസ്ഥാനത്തുടനീളം ആളുകൾ ഏത് ചേരിയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ നമുക്ക് സത്യം പറഞ്ഞ സംശയമുണ്ട് അല്ലേ? പ്രവചനാതീതം എന്ന് തന്നെ പറയാം. മാത്രവുമല്ല, നമ്മൾ ഈ കാണുമ്പോൾ ഓരോ പാർട്ടികളോടും അനുഭാവമുള്ള പാർട്ടികളിലുള്ള പരമ്പരാഗത ആ വോട്ടുകൾ ആ കൂട്ടരൊഴിച്ചു കഴിഞ്ഞാൽ നിഷ്പക്ഷ വോട്ട് ചെയ്യുന്നവര് അവരുടെ ഒരു വോട്ടിംഗ് എങ്ങനെയായിരിക്കും, ആ സ്വിംഗ് വോട്ടുകൾ ഇന്ന് പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും ചെയ്യപ്പെടുക എന്നതായിരിക്കും ഇന്ന് കേരളത്തിന്റെ വിധി നിർണ്ണയിക്കുന്നത്. അത് മാത്രമല്ല, ചിലർക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ആ പോളിംഗ് ബൂത്തിന്റെ വാതിൽ എത്തുന്നത് വരെ ഇന്നയാൾക്ക് ചെയ്യുമെന്ന് പറയും. പക്ഷെ അകത്ത് കയറി അല്ലേ വേണ്ട എന്ന് പറഞ്ഞിട്ട് മാറ്റുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റിൽ മാറി മറിയുന്ന ആ സ്വിംഗ് വോട്ടുകൾ, അപ്പോൾ എത്രത്തോളം ഒരു സ്ഥാനാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് ജനനന്മയ്ക്ക് അവർ ഉതകും വിധം അവർ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഈ വോട്ടർമാരുടെ മനസ്സിലേക്ക്, അതായത് ആ പോളിംഗ് ബൂത്തിൻ്റെ വാതിലിൽ കടക്കുമ്പോൾ അവരുടെ ആ ചിന്താഗതിയും അവരുടെ ആ തീരുമാനവും മാറരുത്. അത്രമാത്രം ആഴത്തിൽ വേരൂന്നിയവർക്ക് മാത്രമായിരിക്കും വോട്ട് ലഭിക്കുക എന്ന് തോന്നുന്നു. അതെന്തായാലും തിരിച്ചറിയൽ രേഖകൾ ഒന്നും കരുതാൻ മറക്കണ്ട. വോട്ട് ചെയ്യാൻ പോകുന്ന പ്രേക്ഷകർ അറിയാൻ മറക്കില്ല, എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ തിരിച്ചറിയൽ രേഖ ഉൾപ്പെടെ വോട്ടിംഗ് സെന്ററിലേക്ക് എത്തുക, പരമാവധി എല്ലാ ആളുകളും വോട്ട് ചെയ്യാൻ ശ്രമിക്കുക. പരമാവധി വോട്ടേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികൾ ഇതിനോടകം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുണ്ട്. IAS-കാരുടേത് ഉൾപ്പെടെയുള്ള ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ വീഡിയോ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുമുണ്ട്. അപ്പോൾ വോട്ടിങ്ങിൻ്റെ ആ ഒരു പ്രാധാന്യം, നമ്മൾ തന്നെ നമ്മളുടെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ള ആ ഒരു പ്രാധാന്യം അത് ഉൾക്കൊണ്ടുകൊണ്ട് അപ്പോൾ ഇനി വോട്ട് ചെയ്യാൻ പോകുന്നില്ല എന്ന് കരുതിയിരിക്കുന്ന ചിലരുണ്ടാവുമല്ലോ. അപ്പോൾ അവരോടാണ് പറയുന്നത്, തീർച്ചയായും നിങ്ങൾ വോട്ട് ചെയ്യാൻ പോവുക, നിങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. നമ്മൾ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കിയിൽ കട്ടപ്പനയിൽ സെയിന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് രാഹുൽ വിജയൻ ചേരുകയാണ്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും നടക്കുന്നത്. വികസന പ്രശ്നങ്ങളൊക്കെ നമ്മളോട് ഉന്നയിച്ച വോട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെ ആ പോളിംഗ് ബൂത്തിൽ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായോ? ഇത്തവണ ഈ പോളിംഗ് ബൂത്തിന് അടുത്തെത്തുമ്പോഴും പോളിംഗ് ബൂത്തിനകത്തും ഒന്നും മൊബൈൽ ഫോൺ ഉപയോഗിക്കരുതെന്നൊരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ആ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ തന്നെ ഒരു പ്രത്യേക ക്രമീകരണമുണ്ട്, അവിടെ മൊബൈൽ ഫോൺ ഏൽപ്പിച്ചിട്ട് വേണം ഫോൺ ചെയ്യാൻ എന്നൊരു നിർദ്ദേശം കൂടി വന്നതായി കേൾക്കുന്നു.
കൃഷ്ണ, എന്തായാലും വലിയ ആവേശം നിറഞ്ഞ പ്രചരണമാണ് കഴിഞ്ഞത്. അതിനൊടുവിൽ എന്തായാലും ഇന്ന് 8,05,427 വോട്ടർമാർ ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിൽ വോട്ട് ചെയ്യാനായി ബൂത്തുകളിലേക്ക് എത്തും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിൽ ക്രമീകരിച്ചിരിക്കുന്ന 199 നമ്പർ ബൂത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ മറ്റ് 5 ബൂത്തുകൾ കൂടി ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ കട്ടപ്പനയിൽ വോട്ട് ചെയ്യുന്ന ഒരു പോളിംഗ് ബൂത്ത് കൂടിയാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രമീകരണങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ബൂത്ത് ഏജന്റുമാർ എത്തുകയും അതിനുശേഷം 5:30 മോക്ക് പോൾ നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. വലിയ ആവേശം നിറഞ്ഞ പോരാട്ടം നടക്കുന്നൊരു മണ്ഡലമാണ് ഇടുക്കി. അത് മാത്രമല്ല 5 മണ്ഡലങ്ങളിലും പ്രവചനാതീത മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻ വർഷങ്ങളിലേതുപോലെ ഏതെങ്കിലും ഒരു കക്ഷിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് മാത്രമായ ഒരു വിജയം സമ്മാനിക്കുന്ന രീതിയിലായിരിക്കില്ല ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. കാരണം പറയാൻ കഴിയാത്ത വിധത്തിൽ വലിയ ചർച്ചകൾ നടന്നിട്ടുള്ള, വലിയ പ്രചരണങ്ങൾ നടന്നിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്, അല്ലെങ്കിൽ പ്രചരണ കാലയളവാണ് കടന്നുപോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വന്യമൃഗശല്യം, ഭൂപ്രശ്നം, അതുപോലെ തന്നെ വികസനം, ആരോഗ്യ മേഖലയിലെ പലവിധ കാര്യങ്ങൾ, പ്രശ്നങ്ങൾ ഒക്കെ ചർച്ച ചെയ്തുകൊണ്ടുള്ള പ്രചരണമാണ് കടന്നുപോയത്. അതിൽ ആളുകളിലേക്ക് എത്രത്തോളം വിശ്വാസ്യത എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ സ്ഥാനാർത്ഥിക്കായിരിക്കും വിജയം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എന്തായാലും ഇടുക്കിയിലെ ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. അതിൽ പ്രധാനമായും വികസനം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ജനങ്ങൾക്ക് എന്ത് ലഭിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും അത്തരമൊരു വോട്ടിംഗിലേക്ക് ആളുകൾ പോവുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രധാനമായും എടുത്തു പറയേണ്ടത് ഇടുക്കി മണ്ഡലം തന്നെയാണ്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന, തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലം ഇടുക്കി തന്നെയാണ്. റോയി കെ പൌലോസ്, റോഷി അഗസ്റ്റിൻ, പ്രതീഷ് പ്രഭ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികളാണ്. കേരള കോൺഗ്രസിന്റെ LDF-ൽ കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥിയായി റോഷി അഗസ്റ്റിൻ വരുന്നു. UDF-ൽ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ റോയി കെ പൌലോസ് വരുന്നു. പ്രതീഷ് പ്രഭ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഇതിൽ നേരിട്ടുള്ളൊരു പോരാട്ടം LDF-ഉം UDF-ഉം തമ്മിലുള്ളതാണ്. അതിൽ BDJS-ന്റെ സാന്നിധ്യവും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും നിർണായകമായ ഒരു മത്സരം നടക്കുന്ന റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലനിൽപ്പിന്റെ കൂടി ഭാഗമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, റോയി കെ പൌലോസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു തിരിച്ചുവരവിന്റെ അഭിമാനത്തിന്റെ ഒരു പോരാട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വാശിയേറിയ പോരാട്ടം ഇടുക്കിയിൽ ഏത് മണ്ഡലത്തിൽ നടക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഇടുക്കിയിൽ തന്നെയാണെന്ന് പറയേണ്ടി വരും. തൊടുപുഴയാണെങ്കിലും 3 പുതുമുഖങ്ങൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. അബു ജോൺ ജോസഫ്, അതുപോലെ തന്നെ സിറിയക് ചാഴികാടൻ, റോയി വാരികാട്ട്, ഇവർ 3 പേരും ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ്. ഇവർ കന്നി അംഗക്കാരാണ്. എന്തായാലും അവിടെയും ഒരു വാശിയേറിയ പോരാട്ടം നടക്കുന്നു. ദേവികുളത്താണെങ്കിൽ രാജമാരുടെ ഒരു പോരാട്ടമാണ്. അവിടെയും പ്രവചനാതീതമാണ് മത്സരങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇടുക്കിയിൽ എല്ലാ മണ്ഡലത്തിലും UDF-ന്റെ ഒരു വലിയ തേരോട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ 3 മാസ കാലയളവിൽ മാറ്റിയെടുക്കാൻ LDF-ന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് LDF അവകാശപ്പെടുന്നത്. NDA ആകട്ടെ വലിയ മുന്നേറ്റം നടത്തുമെന്ന് പറയുന്നു. ഉടുമ്പൻചോല മണ്ഡലത്തിലും അതുപോലെ തന്നെയാണ്. MM മണി മാറിയതിനു ശേഷം KK ജയചന്ദ്രൻ LDF സ്ഥാനാർത്ഥിയായി വരുന്നു. സേനാപതി വേണു 2016-ൽ 1109 വോട്ടിന്റെ നേരിയ ഭൂരിപക്ഷത്തിൽ വിജയം നഷ്ടപ്പെട്ടു പോയ ആ വിജയം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യമാണ്. സംഗീത വിശ്വനാഥൻ BDJS-ന്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. അതുപോലെ പീരുമേട് മണ്ഡലമാണ് എപ്പോഴും കൗതുകം നിറഞ്ഞൊരു മണ്ഡലം. നിസാര വോട്ടുകൾക്ക് മാത്രം കഴിഞ്ഞ 3 തവണ UDF-ന് നഷ്ടപ്പെട്ട മണ്ഡലം. ഇത്തവണ അത് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞ 2 തവണ മത്സരിച്ച സിറിയക് തോമസ് തന്നെയാണ് മത്സരിക്കുന്നത്. LDF-ന്റെ മണ്ഡലം നിലനിർത്താൻ CPI-യുടെ ജില്ലാ സെക്രട്ടറി K സലീംകുമാർ തന്നെ അവിടെയുണ്ട്. രതീഷ് വരകുമല അവിടെ BJP സ്ഥാനാർത്ഥിയായി വരുന്നു. അങ്ങനെ വാശിയേറിയ പോരാട്ടം, വലിയ വാശിയേറിയ താരങ്ങൾ തന്നെ, അങ്ങനെ വേണം വിശേഷിപ്പിക്കാൻ സ്ഥാനാർത്ഥികളെ, താരങ്ങൾ തന്നെ അണിനിരക്കുന്ന ഒരു മത്സരമാണ് ഇടുക്കി ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും നടക്കുന്നത്. എന്തായാലും 5:30 മോക്ക് പോൾ നടക്കും. അതിനുശേഷം ആളുകൾ മനസ്സിൽ കരുതിയിരിക്കുന്ന, അവർ ഉറപ്പിച്ച് തീരുമാനിച്ചിരിക്കുന്ന ആൾ കൂട്ടുകുത്താൻ വേണ്ടി 7 മണിയോടുകൂടി പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയും ചെയ്യും. ഇവിടെ എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും എല്ലാ പോളിംഗ് ബൂത്തുകളിലും ഒരുക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകൾ ഓരോ മണ്ഡലങ്ങളിലും കൃത്യമായിട്ട് 6 ബൂത്ത് പീരുമേട് മണ്ഡലത്തിലുണ്ട്. അങ്ങനെ എല്ലാ ബൂത്തിലെയും പ്രശ്നബാധിത ബൂത്തുകളിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈ 6 പേർ മാത്രം വോട്ട് ചെയ്യുന്ന പോളിംഗ് ബൂത്ത് പീരുമേട്ടിലുണ്ട്. അവർക്കും വേണ്ട ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏക ആദിവാസി പഞ്ചായത്തായിട്ടുള്ള ഇടമലക്കുടിയിലും ക്രമീകരണങ്ങളെല്ലാം ഇന്നലെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇലക്ഷൻ കമ്മീഷൻ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ട് ചെയ്യാനുള്ള ക്രമീകരണങ്ങളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. ഇനിയോ ആളുകൾ വന്ന് വോട്ടുകുത്തിയാൽ മാത്രം മതി. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ച പോലെ പലവിധ വിഷയങ്ങൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവിൽ ചർച്ചയായിട്ടുണ്ട്. അതൊക്കെ ആളുകളുടെ മനസ്സിലുണ്ട്. അത് ഏതൊക്കെ ആളുകൾ തെരഞ്ഞെടുത്തു, ഏതൊക്കെ ആളുകൾ തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഇനി മെയ് 4-ന് വിധി വരുമ്പോൾ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. രാഹുൽ, ഒരു ചോദ്യം കൂടി. രാഹുൽ ഇടുക്കിക്കാരനാണ്. ഇടുക്കി മണ്ഡലത്തിലാണ് രാഹുലിന്റെ വോട്ടുള്ളത്. അപ്പോൾ ഈ പോളിംഗ് ബൂത്തിൽ തന്നെയാണോ വോട്ട് രേഖപ്പെടുത്തുന്നത്?
പ്രവിത, എന്റെ വോട്ട് ഇവിടെയല്ല, കരിമ്പൻ മണിപ്പാറ സെന്റ് മേരീസ് സ്കൂളിലാണ് എന്റെ വോട്ട്. കഴിഞ്ഞ തവണ ഞാൻ അവിടെയാണ് വോട്ട് ചെയ്തത്. അവിടെ ഇടുക്കി ബിഷപ്പ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ വോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ 7:30 ബിഷപ്പ് വോട്ട് ചെയ്യാൻ വരും. അതിനുശേഷം ഞാൻ വോട്ട് ചെയ്യാൻ പോകുന്നതായിരിക്കും. അതിനുശേഷം റോഷി അഗസ്റ്റിൻ ഇടുക്കി മണ്ഡലത്തിലെ തന്നെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് ചെയ്യുന്നത്. അടുത്തടുത്ത മണ്ഡല ബൂത്തുകളിലാണ് ഞങ്ങളുടെ ഈ 3 പേരുടെ വോട്ട് എന്നുള്ളത് കൂടി ഈ കാര്യം പറയുകയാണ്. ശരി രാഹുൽ, എന്തായാലും രാഹുൽ വോട്ട് ചെയ്ത് വൈറലായ രാഹുൽ വിജയനാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.